ബിസ്മില്ലാഹ് അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി വമൻ ഇഹ്തദാ ബിഹുദാ അമ്മാ ബഅദ്. സൂറത്തുൽ ഖസസ് 50, 51, 52 ഈ 3 വചനങ്ങൾ പാരായണം ചെയ്യുമ്പോൾ പാലിക്കേണ്ടതായ പാരായണ നിയമങ്ങൾ സൂചിപ്പിക്കുകയാണ്. فَإِن لَّمْ يَسْتَجِيبُوا لَكَ فَإِن لَّمْ ഇവിടെ فَإِن لَّمْ എന്നാണ് ഉള്ളത്. സാക്കിനത്തായ നൂനും ശേഷം ലാം. ഇദ്ഗാം ബിഗൈരി ഗുന്ന കാമിൽ. ഇതാണ് ഇവിടുത്തെ നിയമം. ഈ നിയമപ്രകാരം നൂനിനെ, സാക്കിനത്തായ നൂനിനെ അല്പം പോലും ഉച്ചരിക്കാതെ, ശബ്ദം കേൾപ്പിക്കാതെ ലാമിലേക്ക് പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കാതെ ഉച്ചരിക്കുക എന്നതാണ്. അതാകുന്നു ഇദ്ഗാം ബിഗൈരി ഗുന്ന. പ്രകാരം സാക്കിനത്തായ നൂനിന്റെയും തൻവീന്റെയും ശേഷം ലാമോ റാഓ വരുമ്പോഴാണ് ഇദ്ഗാം ബിഗൈരി ഗുന്ന ഉണ്ടാവുക. ഫഇൻ ലം എന്ന് ഓതുക, നൂന് ഇല്ലാത്തതുപോലെ. ലം യസ്തജീബു, സാക്കിനത്തായ മീം ശേഷം യ. ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ മീമിനെ വെളിവാക്കണം. അല്പം പോലും മണിക്കാതെ ഉള്ളതുപോലെ വ്യക്തമാക്കി ഉച്ചരിക്കുക. ഫഇൻ ലം യസ്തജീബു ലക ഫഅലം അന്നമാ യത്തബിഊൻ. ഫഅലം അന്നമ, അവിടെയും സാക്കിനത്തായ മീം ശേഷം ഹംസ വന്നതിനാൽ ഇൽഹാർ ഷഫവിയാണ്, മണിക്കാതെ വെളിവാക്കുകയാണ് വേണ്ടത്. അന്നമ, ഈ പദത്തിൽ നൂൻ മുഷദ്ദദ വന്നിട്ടുണ്ട്. ശ്രദ്ധ നൽകപ്പെട്ട നൂന് മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം. യത്തബിഊന അഹ്വാഅഹും, യത്തബിഊന അഹ്വാഅഹും. ഈ പദത്തിൽ ഹംസ, ഹ എന്നീ ഹൽക്കിന്റെ അക്ഷരങ്ങൾ വന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക. കൃത്യമായി മഖ്റജിൽ നിന്ന് എല്ലാ ഹർഫുകളും ഉച്ചരിക്കണം എന്നത് പ്രത്യേകം പറയേണ്ടതില്ല. അവിടെ പലപ്പോഴും ആളുകൾക്ക് ഹാ പോലെ അഹ്വാഅഹും എന്നൊക്കെ ആയി പോവാറുണ്ട്. അത് സൂക്ഷിക്കണം. ഈ പദത്തിൽ വന്ന അലിഫിന്റെ ദീർഘം മദ് മുത്തസിൽ വാജിബ് എന്നതാണ്. നിർബന്ധമായും അലിഫിനെ 4 or 5 ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. ഒറ്റ പദത്തിലായി അലിഫും ശേഷം ഹംസയും വന്നതാണ് ഇതിനുള്ള കാരണം. അഹ്വാഅഹും സൂചിപ്പിച്ച പോലെ ഹാ വ്യക്തമാക്കുക. അഹ് വഅഹും എന്നായി പോയത് ഹാ സാക്കിനത്താണ്. അഹ്വാഅഹും, ഇതാണ് ഹാന്റെ ഉച്ചാരണം. റഖാവത്ത് നൽകി ഉച്ചരിക്കേണ്ട, ലോലമാക്കി ലൂസാക്കി ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. അയവോടുകൂടി ഉച്ചരിക്കുക. ചുരുക്കി പറഞ്ഞാൽ ഇതുവരെയുള്ള എല്ലാ ഹർഫുകളും, ഇവിടെ നാം പാരായണം ചെയ്ത ഈ ഭാഗത്തിലുള്ള എല്ലാ അക്ഷരങ്ങളും തർത്തീഖ് ചെയ്ത് ഉച്ചരിക്കേണ്ട ഇസ്തിഫാലിന്റെ ഹർഫുകളാണ്. ഒന്നും തന്നെ തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കേണ്ടതായിട്ടില്ല. വമൻ അദല്ലു, സാക്കിനത്തായ നൂൻ ശേഷം ഹംസ, ഇൽഹാർ ഹൽഖി മണിക്കാതെ വെളിവാക്കണം. ഹംസക്ക് ശേഷം ദ്വാദാണ്. അദല്ലു കടുപ്പിച്ച് അല്ലെങ്കിൽ തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കേണ്ട ഹർഫാണ്. ഇസ്തിഅല എന്ന ഹർഫാണ്. ഇത്ബാഖ് എന്ന സിഫത്തുണ്ട്. ഇസ്തിതാല എന്ന സിഫത്ത് അതിന് സ്വന്തമായിട്ടുണ്ട്. ഇതൊക്കെ ശ്രദ്ധിച്ച് വളരെ വ്യക്തമായി ദ്വാദ് അതിന്റെ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. നാവിന്റെ ഒരു സൈഡ് മേലെ അണപ്പല്ലിനോട് ചേർത്ത് വെച്ചാണ് ദ്വാദ് ഉച്ചരിക്കുക. അപ്പോൾ വമൻ അദല്ലു എന്ന് ഉച്ചരിക്കുക. മിമ്മൻ ഇത്തബഅ ഹവാഹ്, മിമ്മൻ മുശദ്ദദത്തായ മീം മണിച്ചുകൊണ്ട് ഉച്ചരിക്കണം 2 ഹറക്കത്തിന്റെ അളവിൽ. വമൻ അദല്ലു എന്നതിൽ സാക്കിനത്തായ നൂൻ ഇൽഹാർ ഹൽഖിയാണ്, മണിക്കാതെ വെളിവാക്കണം എന്നതാണ് അവിടുത്തെ ഹുക്മ്. നൂന് സാക്കിനത്തായ നൂൻ ശേഷം ഹംസ. വമൻ അദല്ലു മിമ്മൻ
മീം മുഷദ്ദദ സൂചിപ്പിച്ചു. മിമ്മൻ എന്ന സാക്കിനത നൂനിന് കസ്ർ കൊടുത്തുകൊണ്ട് മിമ്മനിത്തബഅ എന്ന് ഉച്ചരിക്കുകയാണ് ചേർത്ത് വായിക്കുമ്പോൾ. ഇവിടെ ഇൽത്തിഖാഉ സാക്കിനൈൻ പരിഹരിക്കുവാൻ വേണ്ടി സുക്കൂൻ നൽകപ്പെട്ട രണ്ടക്ഷരങ്ങൾ തുടരെയായി വരുമ്പോൾ ഉണ്ടാകുന്ന വായനയിൽ ഉണ്ടാകുന്ന പ്രയാസം പരിഹരിക്കുവാൻ വേണ്ടിയാണ് നൂനിന് കസ്ര കൊടുത്ത് തഹ്രീക്ക് എന്ന പരിഹാര മാർഗം സ്വീകരിച്ചത്. മിമ്മനിത്തബഅ ഹവാഹു ഹുറൂഫുൽ ഹൽഖ് ഐന് ഹാ ഒക്കെ ക്ലിയർ ആയി ഉച്ചരിക്കുക. ഐനിന്റെ മഖ്റജ് തൊണ്ടയുടെ മധ്യമാണ്, ഹാ തൊണ്ടയുടെ അങ്ങേയറ്റമാണ്. ഇതൊക്കെ നാം മനസ്സിലാക്കിയതാണ്. മിമ്മനിത്തബഅ ഹവാഹു എല്ലാ അക്ഷരങ്ങളും തർഖീഖിന്റേതാണ്. അദ്വല്ലു എന്ന ബാദ് തഫ്ഖീം ചെയ്യണമെന്ന് സൂചിപ്പിച്ചു. മറ്റെല്ലാ ഹർഫുകൾക്കും തർഖീഖാണ്, ഇസ്തിഫാലിന്റെ ഹർഫുകളാണ്. വമൻ അദ്വല്ലു മിമ്മനിത്തബഅ ഹവാഹു ബിഗൈരി ഈ പദത്തിൽ ഗൈന് തഫ്ഖീം ചെയ്യണം, തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കുക. ഇതുവരെയായി ദ്വാദും ഇപ്പോൾ ഗൈനും. അദ്വല്ലു ബിഗൈരി ഇസ്തിഅലാന്റെ രണ്ടക്ഷരങ്ങളാണ്, ഗൈനും അതിൽപ്പെടുന്നു. തഫ്ഖീം ചെയ്ത് സ്വരഭാരത്തോടെ തടിപ്പിച്ച് ഉച്ചരിക്കുക എന്നാണ് തഫ്ഖീം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ബിഗൈരി ഹുദൻ മിനല്ലാഹ്, ഹുദൻ എന്ന തൻവീൻ ശേഷമുള്ള മീമിലേക്ക് പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കുന്നു. ഇദ്ഗാം ബിഗുന്ന കാമിൽ. ഹുദൻ മിൻ എന്ന ഉച്ചാരണം പൂർണ്ണമായും തൻവീൻ ഉച്ചരിക്കാതെ ശബ്ദമുള്ള മുഷദ്ദദ മീമിനെയാണ് ഉച്ചരിക്കുന്നത്. ഹുദൻ മിനല്ലാഹ്, അല്ലാഹ് എന്ന ഇസ്മുൽ ജലാല അതിലുള്ള ലാമിന് തഫ്ഖീം കൊടുക്കണം, തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കുക. മിനല്ലാഹ് ഇന്നല്ലാഹ നൂൻ മുഷദ്ദദയെ മണിക്കുക, ശബ്ദ നൽകപ്പെട്ട നൂൻ. വീണ്ടും അല്ലാഹ് എന്ന ഇസ്മുൽ ജലാല വരുന്നു, തഫ്ഖീം ചെയ്ത് തടിപ്പിച്ച് ലാമിനെ ഉച്ചരിക്കണം. ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമദ്ദാലിമീൻ. ലാ യഹ്ദി, ഇവിടെ യഹ്ദി എന്നതിലെ ദീർഘാക്ഷരമായ യാ ഇൽതിഖാഉ സാക്കിനൈൻ പരിഹരിക്കുവാൻ വേണ്ടി ഒഴിവാക്കുകയാണ് ഉച്ചാരണത്തിൽ നിന്ന്, ചേർത്ത് വായനയിൽ നിന്ന്. ലാ യഹ്ദിൽ ഖൗമ, ഖൗമ ഖാഫ് തഫ്ഖീം ചെയ്യേണ്ട ഹർഫാണ്, ഇസ്തിഅലാഇന്റെ ഹർഫുകളിൽപ്പെട്ടതാണ്. തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കുക. ലാ യഹ്ദിൽ ഖൗമദ്ദാലിമീൻ. അദ്ദാലിമീൻ വാഹ് ലൂസാക്കി അതോടൊപ്പം തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കേണ്ട ഹർഫാണ്. എന്ന ശബ്ദം അവന്റെ അറ്റത്തിന്റെ മുകൾ ഭാഗവും മേലെ മുൻപല്ലിന്റെ അറ്റവും, ഇതാണ് ന്റെ മഖ്റജ്. ഇന്നല്ലാഹ ലാ യഹ്ദിൽ ഖൗമദ്ദാലിമീൻ. അല്ലാഹ് എന്ന ഇസ്മുൽ ജലാല, അൽ ഖൗം എന്ന ഖാഫ്, അദ്ദാലിമീൻ എന്നതിൽ ളാ, ഇവയൊക്കെയും തഫ്ഖീം ചെയ്യണം. ളാലിമീൻ എന്ന് പറയുമ്പോൾ ളാഹിനെ ദീർഘിപ്പിക്കുന്ന അലിഫിലും തഫ്ഖീം ഉണ്ടാവണം, തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കുക. അപ്പോൾ എണ്ണപ്പെട്ട തഫ്ഖീമിന്റെ ഹർഫുകൾ ഒഴിച്ച് മറ്റെല്ലാ അക്ഷരങ്ങൾക്കും തർഖീഖാണ് എന്നത് ശ്രദ്ധിക്കുക. വലഖദ് വസ്സൽനാ, വലഖദ് വസ്സൽനാ. ഇവിടെ വലഖദ് വാവ് എപ്പോഴും സൂചിപ്പിക്കാറുള്ള കാര്യമാണ്. രണ്ട് ചുണ്ടിൽ നിന്ന് തന്നെ അതിന്റെ ഉച്ചാരണം വരണം. വ എന്ന ശബ്ദം തർഖീഖിന്റെ ഹർഫാണ്, ഇസ്തിഫാലിന്റെ അക്ഷരമാണ്. വലഖദ് ഖാഫ് തഫ്ഖീം ചെയ്യുക, ഇസ്തിഅലാന്റെ ഹർഫാണ്. ദാലിന് സുകൂൻ ഉണ്ട്, ഖൽഖല നൽകണം. ശബ്ദം ഹറക്കത്ത് പോലെ ചലിപ്പിക്കുക എന്നതാണ് ഖൽഖല കൊണ്ട് ഉദ്ദേശിക്കുന്നത്. വലഖദ് എന്ന വ്യക്തമായ ശബ്ദം. ഇവിടെ ഖൽഖല സുഗ്റായാണ്, ചേർത്ത് വായിക്കുകയായതുകൊണ്ട്. വലഖദ് വസ്സൽനാ, സ്വാദിന് തഫ്ഖീം കൊടുക്കുക, അതും ശ്രദ്ധിക്കുക, ഇസ്തിഅലാന്റെ ഹർഫാണ്. വലഖദ് വസ്സൽനാ. ഇവിടെ ലാമിന് ഇൽഹാറാണ് എന്നത് ശ്രദ്ധിക്കുക. വലഖദ് വസ്സൽനാ
ലഹുമുൽ ഖൗൽ. ലഹും എന്നതിലെ സാക്കിനത്തായ മീമിന് അതിൻ്റെ സുക്കൂൻ ഒഴിവാക്കി ഹറക്കത്ത് വന്നത് ചേർത്ത് വായിക്കുമ്പോൾ ഇൽത്തിഖാഉ സാക്കിനീൻ പരിഹരിക്കണമെന്നതുകൊണ്ടാണ്. ലഹുമുൽ ഖൗല, ഖാഫിന് തഫ്ഖീം കൊടുക്കുക, ഇസ്തിഅലാന്റെ അക്ഷരമാണ്. ലഅല്ലഹും യതദക്കറൂൻ. ലഅല്ലഹും സാക്കിനത്തായ മീം ശേഷം യാ വെളിവാക്കി മീമിനെ ഉച്ചരിക്കുക. ഇൽഹാർ ഷഫഈ നൽകി മണിക്കാതെ വെളിവാക്കണം എന്നർത്ഥം. ലഅല്ലഹും യതദക്കറൂൻ. യതദക്കറൂൻ റാഇന് മാത്രമാണ് ആ പദത്തിൽ തഫ്ഖീം വരുന്നത്. തടിപ്പിച്ച് സ്വരഭാരത്തോടെ ഉച്ചരിക്കേണ്ടത്. മറ്റെല്ലാ അക്ഷരങ്ങളും തർക്കീഖാണ്, ഇസ്തിഫാലിന്റെ ഹർഫുകളാണ്. താഇന് ഷിദ്ദ, ഹംസ് തുടങ്ങിയ സിഫത്തുകളൊക്കെ പ്രത്യേകമായുമുണ്ട്. കാഫിനും യതദക്കറൂൻ. الذين آتيناهم الكتاب. പ്രത്യേകിച്ച് അഹ്കാമുകളൊന്നുമില്ല. എല്ലാ അക്ഷരങ്ങളും ഇസ്തിഫാലിൻ്റെതാണ്. തർക്കീഖ് ചെയ്ത് ഉച്ചരിക്കണം എന്നതാണ് ശ്രദ്ധിക്കേണ്ടത്. الذين آتيناهم الكتاب. ഹംസ ക്ലിയറാക്കി ഉച്ചരിക്കുക. ആതൈനാഹും എന്നതിലെ ഹംസയുടെ ദീർഘം മദ് അൽ ബദൽ എന്ന ദീർഘമാണ്. തബീഇയായ രണ്ട് ഹറക്കത്തിന്റെ അളവിലുള്ള ദീർഘം മാത്രമേ ഇവിടെ കൊടുക്കേണ്ടതുള്ളൂ. ആതൈനാഹുമുൽ കിതാബ്. ആതൈനാഹും എന്നത് സുക്കൂൻ മാറി ദമ്മ വന്നത് ഇൽത്തിഖാഉ സാക്കിനീൻ പരിഹരിക്കാൻ വേണ്ടിയാണ്. ആതൈനാഹുമുൽ കിതാബ മിൻ ഖബ്ലി. മിൻ ഖബ്ലി സാക്കിനത്താനൂൻ ശേഷം ഖാഫ്. ഇഖ്ഫ ഹഖീഖി എന്ന നിയമം അനുസരിച്ച് മറച്ച് മണിക്കുകയാണ് വേണ്ടത്. അവ്യക്തമാക്കി നൂനിനെ മണിച്ചുകൊണ്ട് ഉച്ചരിക്കുക. മണിക്കലിൽ തഫ്ഖീം വേണം, തടിപ്പിച്ച് പറയണം. കാരണം ശേഷം വന്നു ഖാഫ് ഇസ്തിഅലാന്റെ തഫ്ഖീം ചെയ്ത് ഉച്ചരിക്കേണ്ട അക്ഷരമാണ്. മിൻ ഖബ്ലിഹി. ഖബ്ലിഹി എന്നതിൽ ബാഇന് ഖൽഖല സുഗ്റ നൽകി ശബ്ദം ചലിപ്പിക്കുക. ഖബ്ലിഹി ഹും ബിഹി. ഖബ്ലിഹി ഹും ബിഹി. ബിഹി എന്ന് ഈ രണ്ട് ദ്വമീറുകളെയും മദ്ദുസ്സിലത്ത് സുഗ്റ നൽകി രണ്ട് ഹറക്കത്തിന്റെ അളവിൽ ദീർഘിപ്പിക്കേണ്ടതാണ്. അതിൽ കൂടുതൽ ദീർഘിപ്പിക്കാൻ പാടില്ല. ഹും ബിഹി എന്ന് പറയുമ്പോൾ സാക്കിനത്തായ മീമും ശേഷം ബാഉമാണ്. ഇഖ്ഫ ഷഫവിയാണ്. അവ്യക്തമാക്കി മണിക്കണം എന്ന് പറയുമ്പോൾ ചുണ്ട് ഇങ്ങനെ പരത്തി വെച്ചുകൊണ്ട് മണിക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. ഹും ബിഹി യുഅ്മിനൂൻ. യുഅ്മിനൂൻ ഹംസ വ്യക്തമാക്കി ഉച്ചരിക്കുക. ഷിദ്ദത്തിന്റെ അക്ഷരമാണ്. യൂമിനൂൻ എന്നായി പോയത്. യുഅ്മിനൂൻ. മിൻ ഖബ്ലിഹി ഹും ബിഹി യുഅ്മിനൂൻ. ബാറക്കല്ലാഹു ഫീക്കും. أعوذ بالله من الشيطان الرجيم. فإن لم يستجيبوا لك فاعلم أنما يتبعون أهواءهم ومن أضل ممن اتبع هواه بغير هدى من الله إن الله لا يهدي القوم الظالمين. ولقد وصلنا لهم القول لعلهم يتذكرون. الذين آتيناهم الكتاب من قبله هم به يؤمنون.